KMIC നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. ഇന്ത്യക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകുമെന്ന് അഡ്നോക്ക് CEO അബ്ദുള്ള ഷേഖ് സാലിം അൽ ദാഹിരി. ആകാംക്ഷയുടെ മുൾമുനയിൽ ഒരു CD യാത്ര, പിരിമുറുക്കത്തിന്റെ മണിക്കൂറുകൾ, ഒടുവിൽ സഞ്ചിയിൽ CD ഇല്ല. മുല്ലപ്പെരിയാർ വിഷയത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടു. കേരളത്തിന് പുതിയ ഡാം ആവശ്യപ്പെട്ടു. മുസ്ലിംകൾക്ക് പിന്തുണ അറിയിച്ച് ഫേസ്ബുക്ക് സ്ഥാപകൻ മാർക്ക് സുക്കർബർഗിന്റെ പോസ്റ്റ്. അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കാൻ ഡൽഹിയിൽ ഡീസൽ കാറുകൾക്ക് നിരോധനം ഏർപ്പെടുത്തി. മിഡിൽ ഈസ്റ്റിലെ ജനപ്രിയ വീട്ടലങ്കാര ഉൽപ്പന്നങ്ങളുടെ ബ്രാൻഡായ ട്രംപിന്റെ വിൽപ്പന ദുബൈയിൽ നിർത്തലാക്കി. കുണ്ടൂർ ഉസ്താദിന്റെ 10ാമത് ഉറൂസ് മുബാറക്കിന് ഗൗസിയ നഗറിൽ ഭക്തി നിർഭരമായ തുടക്കം. സ്നേഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തിന്റെ വെളിച്ചം SYS മീലാദ് ക്യാമ്പയിൻ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ പട്ടാമ്പിയിൽ. വാർത്തകൾ വിശദമായി. ആകാംക്ഷയുടെ മുൾമുനയിൽ ഒരു CD യാത്ര, പിരിമുറുക്കത്തിന്റെ മണിക്കൂറുകൾ. വിശദമായ റിപ്പോർട്ടിലേക്ക്. സോളാർ തട്ടിപ്പ് കേസിൽ മുഖ്യമന്ത്രിക്കും മറ്റു മന്ത്രിമാർക്കുമെതിരെ ഉന്നയിച്ച ലൈംഗികാരോപണത്തിന്റെ തെളിവായി ബിജു രാധാകൃഷ്ണന്റെ കയ്യിലുണ്ടെന്ന് പറയുന്ന CD സംസ്ഥാനത്തെ ഒരിക്കൽ കൂടി മുൾമുനയിൽ നിർത്തി. CD ഹാജരാക്കാൻ കമ്മീഷൻ നിർദ്ദേശിച്ച വ്യാഴാഴ്ച അപ്രതീക്ഷിതമായി ബിജു ഇതിന് 10 മണിക്കൂർ ആവശ്യപ്പെടുകയായിരുന്നു. പിന്നെ കണ്ടത് പിരിമുറുക്കത്തിന്റെ മണിക്കൂറുകൾ. CD കണ്ടെടുക്കാൻ ബിജുവും സംഘവും സഞ്ചരിച്ച വാഹനം ദൃശ്യമാധ്യമങ്ങൾ പിന്തുടർന്ന് റിപ്പോർട്ട് ചെയ്തതോടെ യാത്ര അത്യന്തം നാടകീയമായി. ഉത്കണ്ഠയും പിരിമുറുക്കവും നിറഞ്ഞതായിരുന്നു വ്യാഴാഴ്ചത്തെ സോളാർ കമ്മീഷൻ സിറ്റിംഗിന്റെ 4 മണിക്കൂർ. സിറ്റിംഗ് ആരംഭിച്ചയുടൻ കൊണ്ടുവന്നിട്ടുണ്ടോ എന്നാണ് കമ്മീഷൻ ബിജുവിനോട് ചോദിച്ചത്. ഇല്ല എന്ന് ബിജു മറുപടി നൽകി. എവിടെയാണ് ഉള്ളതെന്നും സ്ഥലം പറയേണ്ട ആവശ്യമില്ലെന്നും കേരളത്തിന് അകത്തോ പുറത്തോ എന്ന് മാത്രം വ്യക്തമാക്കിയാൽ മതിയെന്നുമായി കമ്മീഷന്റെ അടുത്ത ചോദ്യം. കേരളത്തിന് പുറത്താണെന്ന് ബിജു മറുപടി പറഞ്ഞു. കൊണ്ടുവരാൻ എത്ര മണിക്കൂർ വേണമെന്നും ഏതു വാഹനം വേണമെന്നും കമ്മീഷൻ ചോദിച്ചു. പോലീസ് വാഹനത്തിലായാലും കൊണ്ടുവരാമെന്ന് ബിജു മറുപടി പറഞ്ഞു. അതോടെ സാക്ഷിയെ വിട്ട് CD വരുത്തുന്നതിന് നിയമ തടസ്സമുണ്ടോ എന്ന് കമ്മീഷൻ അന്വേഷിച്ചു. കേന്ദ്ര നിയമപ്രകാരം രാജ്യത്തെവിടെ നിന്നും തെളിവ് വരുത്തിക്കാമെന്ന് നിയമം ഉദ്ധരിച്ച് കമ്മീഷൻ പറഞ്ഞു. ഇതിന് തടസ്സമുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കണമെന്ന് അഭിഭാഷകരോട് അദ്ദേഹം നിർദ്ദേശിച്ചു. കമ്മീഷനും അഭിഭാഷകരും മണിക്കൂറുകൾ നീണ്ട വാഗ്വാദം നടന്നു. അതിനിടെ ബിജുവുമായി ബന്ധപ്പെട്ട മറ്റു കേസുകളെക്കുറിച്ച് മുഖ്യമന്ത്രിയുടെ അഭിഭാഷകനടക്കം പരാമർശിക്കാൻ ശ്രമിച്ചത് കമ്മീഷൻ തടഞ്ഞു. അനാവശ്യ പരാമർശം നടത്താൻ ശ്രമിച്ചവരോട് അദ്ദേഹം രോഷാകുലനാവുകയും ചെയ്തു. ഒടുവിൽ സാക്ഷിയെയും കൂട്ടി തെളിവ് ശേഖരിക്കാൻ കമ്മീഷന് തടസ്സമില്ലെന്ന് അഭിഭാഷകർ അഭിപ്രായപ്പെട്ടു. അതീവ രഹസ്യമായും ബിജുവിന് സുരക്ഷ ഉറപ്പുവരുത്തിയും CD വരുത്തിക്കുമെന്ന് കമ്മീഷൻ പറഞ്ഞു. CD ഇരിക്കുന്നിടത്തുനിന്ന് അത് കൊണ്ടുവരാൻ ഉത്തരവിടുകയും ചെയ്തു. തന്റെ അഭിഭാഷകനെ CD കൊണ്ടുവരാൻ കൂടെ അയക്കണമെന്ന ബിജുവിന്റെ ആവശ്യം കമ്മീഷൻ തള്ളി. CD കൊണ്ടുവന്നില്ലെങ്കിൽ പിടിച്ചെടുക്കാൻ സർക്കാരിനോട് ഉത്തരവിടുമെന്നും കമ്മീഷൻ ബിജുവിനെ ധരിപ്പിച്ചു. പിന്നീടുള്ള നിമിഷങ്ങൾ പിരിമുറുക്കം വർദ്ധിപ്പിക്കുന്നതായിരുന്നു. ഒടുവിൽ കമ്മീഷന്റെ അഭിഭാഷകനും പോലീസുകാരും ഉൾപ്പെടെ 5 അംഗ സംഘത്തെ CD കസ്റ്റഡിയിലെടുക്കാൻ ചുമതലപ്പെടുത്തി. താൻ 24 മണിക്കൂറും ജാഗ്രതയോടെ ഇരിക്കുമെന്നും കമ്മീഷൻ പറഞ്ഞു. 3:30 കമ്മീഷന്റെ വാഹനത്തിൽ സംഘം പുറപ്പെട്ടു. കനത്ത പോലീസ് ബന്ദോബസ്തിലാണ് ബിജുവിനെ കമ്മീഷന്റെ മുന്നിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നത്. മാധ്യമപ്രവർത്തകരോട് ബിജു സംസാരിക്കുന്നത് തടയാൻ പോലീസ് പരമാവധി ശ്രമിക്കുകയും ചെയ്തു. KMIC ന്യൂസിനു വേണ്ടി കരീം ഏലംകുളം. എന്നാൽ ആകാംക്ഷയോടെ പിന്തുടർന്ന മാധ്യമപ്രവർത്തകർക്ക് നിരാശാജനകമായ വാർത്തയാണ് സഞ്ചി കൈമാറിയ ഷെൽവി വെളിപ്പെടുത്തിയത്. അവരെ ഏൽപ്പിച്ചു. കവറിനുള്ളിൽ ഇപ്പൊ അവര് സാർ വന്ന് പരിശോധിച്ചപ്പോൾ ആ കവറിന്റെ അകത്ത് ഒന്നുമേ ഇല്ല. ഒരു CD കാസറ്റും ഇല്ല, പെൻഡ്രൈവറും ഇല്ല, ഒന്നുമില്ല. അവന്റെ കുറെ സർട്ടിഫിക്കറ്റ് മട്ടേ ഉള്ളായിരുന്നു. അത് അവര് വന്ന് എടുത്തിട്ടും പോയി. മൊബൈൽ സിം കാർഡുകൾ പക്ഷേ 30ഓളം എണ്ണം സഞ്ചിയിൽ ഉണ്ടായിരുന്നതായി ദൃക്സാക്ഷി വെളിപ്പെടുത്തി. ഒന്നുമില്ല, ഒരു സഞ്ചിയിൽ കുറച്ച് പേപ്പറുകൾ ഉണ്ടായിരുന്നു. എയർടെൽ സിം കാർഡിന്റെ കുറച്ച് സിം കാർഡുകൾ ഉണ്ടായിരുന്നു. പിന്നെ ലബർ സ്റ്റാമ്പ് ഉണ്ടായിരുന്നു. വേറെ ഒന്നുമില്ല. CD ഇല്ല, പെൻഡ്രൈവർ ഇല്ല, ഒന്നുമില്ല. സിം കാർഡ് എയർടെൽ സിം കാർഡ് ഒരു 25 സിം കാർഡ്. ബിജു രാധാകൃഷ്ണൻ ഉൾപ്പെട്ട കേസുകളുമായി കുടുംബത്തിൽ ആർക്കും ബന്ധമില്ലെന്നും കേസിലേക്ക് വലിച്ചിഴക്കരുതെന്നും കുടുംബം അപേക്ഷിച്ചു.
മാധ്യമങ്ങൾക്കും പോലീസിനും സോളാർ കമ്മീഷന്റെ വിമർശനം തെളിവെടുപ്പിന്റെ രഹസ്യ സ്വഭാവം തകർത്തതാണ് കമ്മീഷന്റെ വിമർശനത്തിന് കാരണമായത്. പോലീസും മാധ്യമങ്ങളും ചേർന്ന് ശെൽവപുരത്ത് ആഘോഷാന്തരീക്ഷം സൃഷ്ടിച്ചുവെന്ന് കമ്മീഷൻ വിമർശിച്ചു. രാവിലെ 9-ന് ബിജുവിനെ കമ്മീഷനിൽ എത്തിക്കാനാണ് നിർദ്ദേശിച്ചത്. എന്നാൽ 10:30-ക്കാണ് എത്തിച്ചത്. ഇത് ഗുരുതരമായ വീഴ്ചയാണ്. ഇത് കമ്മീഷന് അപമാനമുണ്ടാക്കി. ജനങ്ങളിൽ മോശം പ്രതികരണമുണ്ടാക്കാൻ ഇത് കാരണമായെന്നും കമ്മീഷൻ പറഞ്ഞു. മാധ്യമങ്ങൾ മത്സരത്തിലൂടെ സെൻസേഷനലിസം സൃഷ്ടിക്കുകയാണോ എന്ന് കമ്മീഷൻ ചോദിച്ചു. ബിജു രാധാകൃഷ്ണൻ നിർദ്ദേശിച്ച സ്ഥലത്ത് പോയി രഹസ്യമായി തെളിവുകൾ ശേഖരിക്കാനാണ് കമ്മീഷൻ നിർദ്ദേശിച്ചത്. എന്നാൽ പാലക്കാട്ടെത്തിയപ്പോൾ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള വൻ പോലീസ് സംഘവും കമ്മീഷന്റെ വാഹനത്തിനൊപ്പം ചേർന്നു. കമ്മീഷൻ നിയോഗിച്ച സംഘത്തിന്റെ ലക്ഷ്യം തന്നെ തകർക്കപ്പെട്ടെന്നും കമ്മീഷൻ വിലയിരുത്തി. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കണമെന്ന് കേരളം പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടു. ഡൽഹി സന്ദർശിക്കുന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഈ ആവശ്യമുന്നയിച്ചത്. ആവശ്യമായ നടപടികൾ സ്വീകരിക്കാമെന്ന് മുഖ്യമന്ത്രിക്ക് പ്രധാനമന്ത്രി ഉറപ്പ് നൽകുകയും ചെയ്തു. മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിലുള്ള എല്ലാ ആശങ്കയും പ്രധാനമന്ത്രിയെ ബോധ്യപ്പെടുത്തിയതായി മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തമിഴ്നാടിന് വെള്ളം കൊടുക്കുന്നതിനോട് കേരളത്തിന് എതിർപ്പില്ല. എന്നാൽ കേരളത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ കേന്ദ്രം ഇടപെടണം. ചർച്ചയിലൂടെ പരിഹരിക്കാനാണ് തങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും പ്രധാനമന്ത്രിയെ അറിയിച്ചതായി മുഖ്യമന്ത്രി പറഞ്ഞു. ചെന്നൈയിലെ വെള്ളപ്പൊക്കത്തിന്റെ സാഹചര്യത്തിൽ ദേശീയ അന്തർദേശീയ വിദഗ്ധരെ ഉൾപ്പെടുത്തി പുതിയ പഠനം നടത്തണമെന്നും കേരളം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയെ കാണുമ്പോൾ മന്ത്രിമാരായ പി.കെ. ജോസഫ്, കെ. ബാബു, കെ.സി. ജോസഫ്, വി. ശിവകുമാർ തുടങ്ങിയവരും മുഖ്യമന്ത്രിക്ക് ഒപ്പമുണ്ടായിരുന്നു. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം വേണമെന്ന കേരളത്തിന്റെ ആവശ്യത്തെ തമിഴ്നാടാണ് ശക്തമായി എതിർക്കുന്നത്. ഇപ്പോഴത്തെ ഡാമിന് ബലക്ഷയമില്ലെന്നും അതിനാൽ പുതിയത് ആവശ്യമില്ലെന്നുമാണ് തമിഴ്നാടിന്റെ നിലപാട്. ഭീകരാക്രമണങ്ങളുടെ പേരിൽ മുസ്ലിങ്ങളെ ഒറ്റപ്പെടുത്തുന്നതിനെതിരെ ഫേസ്ബുക്ക് സ്ഥാപകൻ മാർക്ക് സുക്കർബർഗ് ലോകമെങ്ങുമുള്ള മുസ്ലിങ്ങളെ തന്റെ പിന്തുണ അറിയിക്കുന്നതായി അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. ചിലർ നടത്തുന്ന ആക്രമണങ്ങളുടെ പേരിൽ മുസ്ലിങ്ങൾ മുഴുവൻ ബുദ്ധിമുട്ടുകയാണ്. ഒരു ജൂതനെന്ന നിലയിൽ എല്ലാ വിഭാഗം ജനത്തിനെതിരെയുമുള്ള ആക്രമണങ്ങൾക്കെതിരെയും നിലകൊള്ളണമെന്നാണ് തന്റെ മാതാപിതാക്കൾ പഠിപ്പിച്ചത്. ഇന്ന് തങ്ങൾക്കെതിരെയല്ലെങ്കിലും പിന്നീട് എല്ലാവരുടെ സ്വാതന്ത്ര്യത്തെയും അത് ഹനിക്കും. മുസ്ലിങ്ങളുടെ അവകാശങ്ങൾക്കും സമാധാനപൂർണവും സുരക്ഷിതവുമായ സാഹചര്യങ്ങൾ ഒരുക്കുന്നതിനുവേണ്ടി താൻ ഒപ്പമുണ്ടാകും. എല്ലാ വിഭാഗം ജനത്തിനുവേണ്ടി മികച്ചൊരു ലോകം നമുക്ക് കെട്ടിപ്പടുക്കാമെന്നും സുക്കർബർഗ് ഫേസ്ബുക്കിൽ കുറിച്ചു. മുസ്ലിങ്ങളെ അമേരിക്കയിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് വിലക്കണമെന്ന് റിപ്പബ്ലിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് വിവാദമായിരുന്നു. പ്രസ്താവനയ്ക്കെതിരെ അമേരിക്കയിലും വിവിധ രാജ്യങ്ങളിലും വൻ പ്രതിഷേധം അരങ്ങേറിയിരുന്നു. ഇതിനു പിന്നാലെയാണ് മുസ്ലിങ്ങളെ പിന്തുണച്ച് സുക്കർബർഗ് രംഗത്തെത്തിയത്. മിഡിൽ ഈസ്റ്റിലെ ജനപ്രിയ വീട്ടലങ്കാര ഉൽപ്പന്നങ്ങളുടെ ബ്രാൻഡായ ട്രംപിന്റെ വിൽപ്പന ദുബായ് കേന്ദ്രമായ ലാൻഡ്മാർക്ക് ഗ്രൂപ്പ് നിർത്തി. അമേരിക്കൻ റിപ്പബ്ലിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപിന്റെ മുസ്ലിം വിരുദ്ധ പരാമർശത്തെ തുടർന്നാണിത്. മുസ്ലിങ്ങളെ അമേരിക്കയിലേക്ക് കയറ്റരുതെന്നായിരുന്നു തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ട്രംപിന്റെ പരാമർശം. ട്രംപ് ഗ്രൂപ്പിന്റെ ചെയർമാനും പ്രസിഡന്റും എന്റർടൈൻമെന്റ് റിസോർട്ട്സ് സ്ഥാപകനുമാണ് ഡൊണാൾഡ് ട്രംപ്. ഒമാൻ അടക്കം GCC രാജ്യങ്ങളിൽ ലാൻഡ്മാർക്കിന് 170 ലൈഫ് സ്റ്റൈൽ സ്റ്റോറുകളുണ്ട്. വീട്ടലങ്കാര ഉൽപ്പന്നങ്ങളുടെ പ്രമുഖ ബ്രാൻഡുകൾ വിതരണം ചെയ്യുന്ന ലൈഫ് സ്റ്റൈൽ എല്ലാ വിഭാഗം ജനങ്ങളുടെയും വികാരം മാനിക്കുന്നതായി കമ്പനി വ്യക്തമാക്കി. US പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപിന്റെ മാധ്യമങ്ങളിൽ വന്ന വാർത്തയെ തുടർന്ന് ട്രംപ് ബ്രാൻഡിന്റെ എല്ലാ ഉൽപ്പന്നങ്ങളുടെയും വിൽപ്പന നിർത്തിവെക്കുന്നതായി ലൈഫ്സ് CEO സച്ചിൻ മുന്തവ പത്രക്കുറിപ്പിൽ വ്യക്തമാക്കി. മുസ്ലിം വിദ്യാർത്ഥികളെയും വിനോദസഞ്ചാരികളെയും കുടിയേറ്റക്കാരെയും US-ലേക്ക് കയറാൻ അനുവദിക്കില്ലെന്നായിരുന്നു ട്രംപിന്റെ പ്രസ്താവന. അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കാൻ ഡൽഹിയിൽ ഡീസൽ കാറുകൾക്ക് നിരോധനം ഏർപ്പെടുത്തി. ദേശീയ ഹരിത ട്രിബ്യൂണലാണ് ഇതു സംബന്ധിച്ച് ഉത്തരവിറക്കിയത്. ഡൽഹിയിൽ പുതുതായി ഡീസൽ കാറുകൾ രജിസ്റ്റർ ചെയ്യുന്നതിനാണ് നിരോധനം. നിലവിലുള്ള കാറുകൾക്ക് നിരോധനം ബാധകമല്ല. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഡീസൽ കാറുകൾ വാങ്ങരുതെന്നും ട്രിബ്യൂണൽ നിർദ്ദേശിച്ചു. നേരത്തെ ഡൽഹി സർക്കാർ കൊണ്ടുവന്ന ഒറ്റ ഇരട്ട നമ്പർ നിയന്ത്രണ ഫോർമുലയെ ഹരിത ട്രിബ്യൂണൽ ചോദ്യം ചെയ്തിരുന്നു. ഈ ഫോർമുല ഉദ്ദേശിച്ച ലക്ഷ്യം കൈവരിക്കാൻ സഹായിക്കില്ല എന്നു മാത്രമല്ല ആളുകൾക്ക് 2 കാറുകൾ വാങ്ങാൻ പ്രേരണ നൽകുമെന്നും ട്രിബ്യൂണൽ നിരീക്ഷിച്ചു. അതേസമയം ഡൽഹിയിൽ ഡീസൽ കാറുകൾക്ക് സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തണമെന്ന ഹർജി സുപ്രീംകോടതിയുടെ പരിഗണനയിലാണ്. ഈ ഹർജിയിൽ ഡിസംബർ 15-ന് സുപ്രീംകോടതി വാദം കേൾക്കും. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. സാഗരം ദൂരെ ഒളിലെങ്കിടും നൂറേ സാദരം ചാരെ അണയേണമിവൻ പൂവേ ചൊല്ലിടുന്നിതാ നിലാവേ സങ്കടങ്ങളേറി ഞാനേ ചൊല്ലിടുന്നിതാ നിലാവേ സങ്കടങ്ങളേറി ഞാനേ
ഹബീബതഞ്ചാരെ ദിനരാത്രികളില്ലാതെ ചൊല്ലി ഞാനേറെ സ്വലവാത്തുകളൻ ജീവേ കഥനമൊന്ന് കേൾക്കുന്നൂറേ കനവിലൊന്ന് വാനിലാവേ കഥനമൊന്ന് കേൾക്കുന്നൂറേ കനവിലൊന്ന് വാനിലാവേ തിരുമദീന ചാരയൻ ഹബീബിലണയുവാൻ കരയുമീ കണങ്ങൾ കണ്ണിലെന്നും മൂകമായി നറുനിലാവിൻ പൗർണമിയോടന്ന് ചൊന്നു ഞാൻ ഒന്നു ചൊല്ലിടണേ എൻ സലാമിൻ മുത്തിനാ തിരുമദീന ചാരയൻ ഹബീബിലണയുവാൻ കരയുമീ കണങ്ങൾ കണ്ണിലെന്നും മൂകമായി നറുനിലാവിൻ പൗർണമിയോടന്ന് ചൊന്നു ഞാൻ ഒന്നു ചൊല്ലിടണേ എൻ സലാമിൻ മുത്തിനാ സ്വീകരിക്കില്ലേ വ്യത തീർക്കുമുല്ലേ എൻ ഹബീബൽ. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. ഇന്ത്യക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകുമെന്ന് അബുദാബി നാഷണൽ ഓയിൽ കമ്പനി അഡ്നോക്ക് സിഇഒ അബ്ദുള്ള സാലിം അൽ ദാഹിരി. ഇന്ത്യക്കാർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലൂടെ ഇന്ത്യ UAE സൌഹൃദ ബന്ധം കൂടുതൽ ഊട്ടിയുറപ്പിക്കാനും അതുവഴി മികച്ച ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനും കഴിയുമെന്ന് അബ്ദുള്ള സാലിം പറഞ്ഞു. ഇന്ന് രാവിലെ 10-ന് കാരന്തൂർ മർക്കസിൽ നൽകിയ സ്വീകരണ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. UAE സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന അഡ്നോക്ക് വിവിധ തസ്തികകളിലായി ഇന്ത്യയിൽ നിന്നുള്ള കൂടുതൽ തൊഴിലാളികളെ നിയമിക്കും. UAEയിലെ ഏറ്റവും വലിയ ഓയിൽ കമ്പനിയായ അഡ്നോക്കിൽ നിലവിൽ 6000-ലധികം ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നുണ്ട്. അബ്ദുള്ള സാലിം അൽ ദാഹിരി വ്യക്തമാക്കി. അഡ്നോക്ക് പ്രതിനിധികൾക്കുള്ള മർക്കസ് പുരസ്കാരങ്ങൾ ചടങ്ങിൽ വിതരണം ചെയ്തു. 20 വർഷമായി മർക്കസുമായുള്ള ഔദ്യോഗിക ബന്ധത്തിലൂടെ അഡ്നോക്ക് മലയാളികൾ അടക്കം 3000-ലധികം ഇന്ത്യക്കാർക്ക് തൊഴിൽ നൽകി കഴിഞ്ഞു. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു. അഡ്നോക്ക് അസിസ്റ്റന്റ് CEO ഷെയ്ഖ് മുഹമ്മദ് ഉബൈദ് അൽ ദാഹിരി, ഷെയ്ഖ് അലി മുബാറക് അൽ ഹിലാലി, AP മുഹമ്മദ് മുസ്ലിയാർ, KK അഹമ്മദ് കുട്ടി മുസ്ലിയാർ, C മുഹമ്മദ് ഫൈസി, ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരി, ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട്, അമീർ ഹസൻ തുടങ്ങിയവർ സംബന്ധിച്ചു. പ്രമുഖ പണ്ഡിതനും സൂഫിവര്യനുമായിരുന്ന ഷെയ്ഖുന കുണ്ടൂർ അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ 10ാം ഉറൂസിന് കുണ്ടൂർ ഗൌസിയിൽ പ്രൌഢോജ്വല തുടക്കം. 4 ദിവസം നീണ്ടുനിൽക്കുന്ന ഉറൂസ് പരിപാടികൾക്ക് സമസ്ത പ്രസിഡന്റ് ഇ സുലൈമാൻ മുസ്ലിയാർ കൊടിയുയർത്തിയതോടെ തുടക്കമായി. മഖാം സിയാറത്തിന് സയ്യിദ് യൂസുഫുൽ ജിലാനി വൈലത്തൂർ നേതൃത്വം നൽകി. ഉദ്ഘാടന സമ്മേളനവും ബുർദ വാർഷികവും ഇ സുലൈമാൻ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. സയ്യിദ് അലി ബാഫഖി തങ്ങൾ അധ്യക്ഷത വഹിച്ചു. പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ, ഡോക്ടർ മുഹമ്മദ് കുഞ്ഞി സഖാഫി എന്നിവർ പ്രഭാഷണം നടത്തി. മമ്പുറം മക്കാം, കരിങ്കപ്പാറ ഉസ്താദ് മക്കാം, OK ഉസ്താദ് മക്കാം, ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ മക്കാം എന്നിവിടങ്ങളിൽ നടന്ന സിയാറത്തുകൾക്ക് യഥാക്രമം സയ്യിദ് യൂസുഫുൽ ജിലാനി, സയ്യിദ് ഷറഫുദ്ദീൻ ജമലുലേലി, ചാപ്പനങ്ങാടി ഹസൻ മുസ്ലിയാർ, OK അബ്ദുസലാം മുസ്ലിയാർ എന്നിവർ നേതൃത്വം നൽകി. തെന്നല CM മർക്കസ്, മണലിപ്പുഴ അലിർഷാദ് എന്നിവിടങ്ങളിൽ നിന്ന് ആരംഭിച്ച പതാക ജാഥ ഗൌസിയയിൽ സമാപിച്ചു. അബ്ദുൽ ഖാദർ കിണാശിയുടെ നേതൃത്വത്തിൽ നടന്ന ബുർദ മജ്ലിസിൽ പ്രമുഖ ബുർദ സംഘങ്ങൾ അണിനിരന്നു. ഇന്നുച്ചയോടെ 1:30-ന് കുഞ്ഞുവിന്റെ ഖബർ സിയാറത്തും കുണ്ടൂർ ഉസ്താദ് മൗലിദും നടന്നു. അനുസ്മരണ സമ്മേളനം C മുഹമ്മദ് ഫൈസി ഉദ്ഘാടനം ചെയ്തു. ബഷീർ ഫൈസി വണ്ണക്കോട്, അലി ബാക്കവി ആറ്റുപുറം പ്രഭാഷണം നടത്തി. പ്രളയം ദുരിതം വിതച്ച ചെന്നൈയിലെ മനുഷ്യർക്ക് ഭക്ഷണം, വസ്ത്രം, മരുന്ന് തുടങ്ങിയ അത്യാവശ്യങ്ങൾ ലഭ്യമാക്കുന്നതിന് SYSന്റെ നേതൃത്വത്തിൽ സുന്നി സംഘകുടുംബം സമാഹരിക്കുന്ന ചെന്നൈ സാന്ത്വനം ഫണ്ട് വിജയിപ്പിക്കാൻ എല്ലാ പ്രവർത്തകരും സജീവമായി രംഗത്തിറങ്ങണമെന്ന് പ്രസ്ഥാന നേതാക്കളായ ഇ സുലൈമാൻ മുസ്ലിയാർ, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, സയ്യിദ് അലി ബാഫഖി തങ്ങൾ, സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി, പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ, അബ്ദുറസാഖ് സഖാഫി എന്നിവർ അഭ്യർത്ഥിച്ചു. SYS സംസ്ഥാന കമ്മിറ്റി സ്നേഹ റസൂൽ കാലത്തിന്റെ വെളിച്ചം എന്ന മുദ്രാവാക്യവുമായി ആചരിക്കുന്ന മീലാദ് ക്യാമ്പയിൻ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ പട്ടാമ്പിയിൽ നടക്കുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. നാളെ വൈകിട്ട് 4-ന് മീലാദ് സന്ദേശ റാലിയോടെയാണ് തുടക്കം. മേലെ പട്ടാമ്പി ചെർപ്പളശ്ശേരി റോഡ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച് പട്ടാമ്പി കോടതിക്ക് മുന്നിലെ മൈതാനത്ത് സമാപിക്കും. തൃത്താല, പട്ടാമ്പി, കൊപ്പം, ചെർപ്പളശ്ശേരി, ഒറ്റപ്പാലം സോണുകളിലെ യൂണിറ്റ് ഭാരവാഹികളും പ്രവർത്തകരും സഫ്വ അംഗങ്ങളും അണിനിരക്കും.
തുടർന്ന് പൊതുസമ്മേളനം SYS സംസ്ഥാന പ്രസിഡന്റ് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ സംയുക്ത ഖാദി N അലി മുസ്ലിയാർ കുമരംപുത്തൂർ, സമസ്ത ഉപാധ്യക്ഷൻ സയ്യിദ് അലി ബാഫഖി തങ്ങൾ, സയ്യിദ് ഇബ്രാഹിം ഖലീൽ അൽ ബുഖാരി, C മുഹമ്മദ് ഫൈസി, കൂറ്റമ്പാർ അബ്ദുറഹ്മാൻ ദാരിമി, മാരായമംഗലം അബ്ദുറഹ്മാൻ ഫൈസി, NK സിറാജുദ്ദീൻ ഫൈസി സംബന്ധിക്കും. ഒരു മാസം നീളുന്ന ക്യാമ്പയിന്റെ ഭാഗമായി യൂണിറ്റ്, സർക്കിൾ, സോൺ, ജില്ലാ തലങ്ങളിൽ മീലാദ് പ്രഭാഷണം, നബിദിന റാലി, പ്രവാചക പ്രകീർത്തന സദസ്സ്, സെമിനാർ എന്നിവ നടക്കും. ക്യാമ്പയിനോടനുബന്ധിച്ച് സേവന സാന്ത്വന പദ്ധതിയും നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വിവിധ ട്രൂപ്പുകൾ അവതരിപ്പിക്കുന്ന പ്രവാചക പ്രകീർത്തന സദസ്സുകളും മദ്ഹ് ഗാനാലാപനങ്ങളും ഉണ്ടായിരിക്കും. പത്രസമ്മേളനത്തിൽ MV സിദ്ദിഖ് സഖാഫി, സ്വാഗത സംഘം ചെയർമാൻ K ഉമർ മദനി വിളയൂർ, ജനറൽ കൺവീനർ സുലൈമാൻ ചുണ്ടമ്പറ്റ, മീഡിയ കൺവീനർ അഷ്കർ ചുരക്കോട് പങ്കെടുത്തു. സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡ് സെക്രട്ടേറിയറ്റ് യോഗം നാളെ രാവിലെ 9-ന് കോഴിക്കോട് സമസ്ത സെന്ററിൽ ചേരും. അംഗങ്ങൾ കൃത്യസമയത്ത് യോഗത്തിൽ സംബന്ധിക്കണമെന്ന് സെക്രട്ടറി അറിയിച്ചു. SYS സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം നാളെ ഉച്ചയ്ക്ക് 1 മണി മുതൽ പാലക്കാട് കൊപ്പം MET ഇംഗ്ലീഷ് സ്കൂളിൽ ചേരും. മുഴുവൻ അംഗങ്ങളും കൃത്യസമയത്ത് സംബന്ധിക്കണമെന്ന് ജനറൽ സെക്രട്ടറി പേരോട് അബ്ദുറഹ്മാൻ സഖാഫി അറിയിച്ചു. SYS ജില്ലാ ഘടകങ്ങളുടെ പുനഃസംഘടനയ്ക്ക് നേതൃത്വം നൽകുന്ന റിട്ടേണിംഗ് ഓഫീസർമാരുടെ സുപ്രധാന സിറ്റിംഗ് നാളെ കാലത്ത് 11-ന് കൊപ്പം METയിൽ ചേരും. തിരഞ്ഞെടുക്കപ്പെട്ടവർ കൃത്യസമയത്ത് സംബന്ധിക്കണമെന്ന് സ്റ്റേറ്റ് ഇലക്ഷൻ ചീഫ് മുഹമ്മദ് പറവൂർ അറിയിച്ചു. സമസ്ത കണ്ണൂർ ജില്ലാ സ്കോളർഷിപ്പ് ട്രസ്റ്റിന്റെ കീഴിൽ 40 വർഷമായി നൽകിവരുന്ന സ്കോളർഷിപ്പ് വിവിധ ശരീഅത്ത് കോളേജിൽ പഠിക്കുന്ന 100-ൽ പരം വിദ്യാർത്ഥികൾക്ക് നൽകി. MV അബ്ദുറഹ്മാൻ മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ SYS സംസ്ഥാന ഉപാധ്യക്ഷൻ KP അബൂബക്കർ മുസ്ലിയാർ പട്ടുവം ഉദ്ഘാടനം ചെയ്തു. C മുഹമ്മദ് ഫൈസി മദ്ഹു റസൂൽ പ്രഭാഷണം നടത്തി. തുടർന്ന് സമസ്ത കേന്ദ്ര മുശാവറാംഗം സയ്യിദ് ഹാമിദ് കോയമത്തങ്ങൾ സ്കോളർഷിപ്പ് വിതരണം നടത്തി. VPM ഫൈസി വില്യാപ്പള്ളി, PK അബൂബക്കർ മുസ്ലിയാർ, PK ആലിക്കുഞ്ഞി ദാരിമി, മുട്ടിൽ മുഹമ്മദ് മുസ്ലിയാർ തുടങ്ങിയവർ പങ്കെടുത്തു. കണ്ണൂർ ജില്ലയിലെ മുട്ടം ഹസനുൽ ബസരി എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റി കോംപ്ലക്സിന്റെ ആഭിമുഖ്യത്തിൽ റബീഉൽ അവൽ 1 മുതൽ 30 വരെ നീണ്ടു നിൽക്കുന്ന മീലാദി ക്യാമ്പയിൻ റൂഹുൽ വറ 2015-ന് തുടക്കമായി. ഡോക്ടർ മുഹമ്മദ് ഫാറൂഖ് നൈമി ക്യാമ്പയിൻ പ്രഖ്യാപനം നടത്തി. റബീഉൽ അവൽ 1 മുതൽ 12 വരെ ഇശാഇന് ശേഷം മൗലിദ് പാരായണവും പ്രഭാഷണവും നടക്കും. ഡിസംബർ 20-ന് രാവിലെ 7 മണിക്ക് നബിദിന വിളംബര ജാഥയും വൈകിട്ട് 4-ന് സൌഹൃദ സമ്മേളനവും നടക്കും. വിവിധ മതവിഭാഗങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുക്കും. സംഗമത്തിന്റെ ഭാഗമായി വിവിധ മതത്തിൽപ്പെട്ട പാവപ്പെട്ട 51 കുടുംബങ്ങൾക്ക് മീലാദ് കിറ്റ് വിതരണം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പ്രവാചക കീർത്തനമായ ദലായിലുൽ ഖൈറാത്ത് സ്വലാത്ത് പതിവായി ചൊല്ലുന്നവരുടെ സംഗമവും ഷേഖ് മുഹമ്മദ് സുലൈമാനുൽ ജസൂലി ഉറൂസും നാളെ കക്കിടിപ്പുറം ദലായിലുൽ ഖൈറാത്ത് ക്യാമ്പസിൽ നടക്കും. കേരളത്തിൽ നടന്നുവരുന്ന പ്രധാന മജ്ലിസുകളിലൊന്നാണ് ദലായിലുൽ ഖൈറാത്ത് സംഗമം. നാളെ വൈകിട്ട് 3 മണിയോടെ ഷേഖുന കക്കിടിപ്പുറം അബൂബക്കർ മുസ്ലിയാർ മഖാം സിയാറത്തോടെ ആരംഭിക്കുന്ന സംഗമത്തിൽ ദലായിലുൽ ഖൈറാത്ത്, ഖത്തം മജ്ലിസ്, മൗലിദ് ജൽസ, അനുസ്മരണ പ്രഭാഷണം, മദ്ഹു റസൂൽ പ്രഭാഷണം എന്നിവയ്ക്ക് സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് റയീസുൽ ഉലമ E സുലൈമാൻ മുസ്ലിയാർ, അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി, പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ, സയ്യിദ് സീദിക്കോയത്തങ്ങൾ നീറ്റിക്കൽ, സയ്യിദ് ഇമ്പിച്ചിക്കോയത്തങ്ങൾ മൂരൂർ, അലി ബാഖവി ആറ്റുപുറം, സ്വാലിഹ് മുസ്ലിയാർ കക്കിടിപ്പുറം തുടങ്ങിയ പ്രമുഖ നേതാക്കൾ നേതൃത്വം നൽകും. തത്സമയം KMIC സംപ്രേഷണം ചെയ്യും. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇന്ത്യക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകുമെന്ന് അഡ്നോക്ക് CEO അബ്ദുള്ള ഷേഖ് സാലിം അൽ ദാഹിരി. ആകാംക്ഷയുടെ മുൾമുനയിൽ ഒരു CD യാത്ര, പിരിമുറുക്കത്തിന്റെ മണിക്കൂറുകൾ, ഒടുവിൽ സഞ്ചിയിൽ CD ഇല്ല. മിഡിൽ ഈസ്റ്റിലെ ജനപ്രിയ വീട്ടലങ്കാര ഉൽപ്പന്നങ്ങളുടെ ബ്രാൻഡായ ട്രംപിന്റെ വിൽപ്പന ദുബൈയിൽ നിർത്തലാക്കി. മുസ്ലിംകൾക്ക് പിന്തുണ അറിയിച്ച് ഫേസ്ബുക്ക് സ്ഥാപകൻ മാർക്ക് സുക്കർബർഗിന്റെ പോസ്റ്റ്. അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കാൻ ഡൽഹിയിൽ ഡീസൽ കാറുകൾക്ക് നിരോധനം ഏർപ്പെടുത്തി. മുല്ലപ്പെരിയാർ വിഷയത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടു. കേരളത്തിന് പുതിയ ഡാം ആവശ്യപ്പെട്ടു. കുണ്ടൂർ ഉസ്താദിന്റെ 10ാമത് ഉറൂസ് മുബാറക്കിന് ഗൗസിയ നഗറിൽ ഭക്തിനിർഭരമായ തുടക്കം. സ്നേഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തിന്റെ വെളിച്ചം SYS മീലാദ് ക്യാമ്പയിൻ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ പട്ടാമ്പിയിൽ. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൗദി സമയം രാത്രി 10:30-ന്, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC news time@gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.